ഹലോ എവ്രി വൺ വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ സിഗ്നൽ സിസ്റ്റത്തിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ സീരീസ് ആണ്. അതിൽ ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പാർട്ട് 3 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്സിന് ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് ആർ ഒ സി ഓഫ് ദ സിഗ്നൽ എക്സ് ഓഫ് ടി ഈക്വൽസ് ഇ റേസ് ടു മൈനസ് 2t പ്ലസ് 3 ഇ റേസ് ടു മൈനസ് 3t യു ഓഫ് ടി. 6 മാർക്സ് ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ ആർ ഒ സി ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഡ്രോ ചെയ്യണം. ലാപ്ലാസ് ട്രാൻസ്ഫോംസിന്റെ കുറെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. അപ്പോൾ അതിന്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സ്ഥിരം ചോദിക്കുന്നുണ്ട്, ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ആണ്, ഒന്ന് വാച്ച് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് ഇറ്റ്സ് ആർ ഒ സി. അതുപോലെ അതിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് ആർ ഒ സി ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ഓഫ് ടി ഈക്വൽസ് e raised to minus 2t plus 3 e raised to minus 3t u of t ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തുള്ള പ്രോബ്ലം ചോദിക്കും. ഫസ്റ്റ് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഓഫ് ടി ഈക്വൽസ് ഇ റേസ് ടു മൈനസ് 2t മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ഓഫ് ടി പ്ലസ് 3 ഇ റേസ് ടു മൈനസ് 3t യു ഓഫ് ടി എന്ന് വരും. ഇപ്പൊ യു ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സിഗ്നലാണ്, ഒരു റൈറ്റ് സൈഡഡ് സിഗ്നലാണ്. ഓക്കെ, യു ഓഫ് ടി എന്ന് പറയുന്നത് റൈറ്റ് സൈഡഡ് സിഗ്നലാണ്. അപ്പോൾ ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് എസ് ആണ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇതിനകത്ത് വരുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ഓഫ് ടിന്റെ ലാപ്ലാസ് എക്സ് ഓഫ് എസ് ഈക്വൽ ടു ഈ ഒരു ടേമിന് ഈ സ്റ്റാൻഡേർഡ് റിസൾട്ടോടെ ഒന്ന് കമ്പയർ നോക്കിയേ. ഇത് ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി, ഇത് ഇ റേസ് ടു മൈനസ് 8t യു ഓഫ് ടി. ഇ റേസ് ടു മൈനസ് 8 യു ഓഫ് ടിന്റെ എസ് പ്ലസ് എ ആണ്. സോ ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടിന്റെ എന്തായിരിക്കും? വെരി ഗുഡ്, 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 ആയിരിക്കും. പ്ലസ് ഈ 3 ഉണ്ട്, 3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 3t യു ഓഫ് ടിന്റെ ലാപ്ലാസ് എന്തായിരിക്കും? 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 3 ആയിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. നമുക്ക് ഒന്ന് ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ ആർ ഒ സി വരയ്ക്കുക. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ എൽ സി എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3. അപ്പൊ ഇവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് വരും? എസ് പ്ലസ് 3 വരും എൽ സി എടുക്കുമ്പം. പ്ലസ് 3 ഇൻറ്റു ഇവിടെ എന്ത് വരും? എസ് പ്ലസ് 2 വരും. ദിസ് ഈസ് ഈക്വൽ ടു എസ് പ്ലസ് 3 പ്ലസ് 3s പ്ലസ് 6 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എസും 3sഉം കൂടെ 4s പ്ലസ് 9 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3. നമ്മൾ ഒരു പാർട്ട് കിട്ടി. ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് ഈക്വൽസ് 4s പ്ലസ് 9 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 എന്ന് വന്നു. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? ഇതിന്റെ ആർ ഒ സി ഡ്രോ ചെയ്യാന്നുള്ളതാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ആർ ഒ സി ഡ്രോ ചെയ്യാം. ഇനി നമ്മൾ എസ് പ്ലെയിനിലാണ് ആർ ഒ സി ഡ്രോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സിഗ്മ മാർക്ക് ചെയ്യുക, ഇവിടെ ജെ ഒമേഗ മാർക്ക് ചെയ്യുക. ദിസ് ഈസ് എസ് പ്ലെയിൻ, ദിസ് ഈസ് എസ് പ്ലെയിൻ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് എസിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എസ് പ്ലസ് 2 ഈക്വൽ ടു 0, എസ് പ്ലസ് 3 ഈക്വൽ ടു 0, എസ് ഇസ് ഈക്വൽ ടു -2, എസ് ഇസ് ഈക്വൽ ടു -3. അതിലാണ് പോൾ വാല്യൂ. പോൾ വാല്യൂ മാർക്ക് ചെയ്യുക. ഒരു പോൾ വാല്യൂ -2-ല്, സെക്കൻഡ് പോൾ വാല്യൂ -3-ല്. അതിലേക്കൂടെ നമ്മൾ സ്ട്രിപ്പ് ഡ്രോ ചെയ്യുക. ഓക്കെ, സ്ട്രിപ്പ് ഡ്രോ ചെയ്യുക. ഇനി ഇതിനകത്ത് തന്നിരിക്കുന്നത് രണ്ടും യു ഓഫ് ടി ആണ്. യു ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അതായത് ഈ സീറോയിന്റെ റൈറ്റ് സൈഡിലോട്ടേ കാണത്തുള്ളൂ. ഓക്കെ, അതിന്റെ വാല്യൂ റൈറ്റ് സൈഡിലോട്ടേ കാണത്തുള്ളൂ. അപ്പം ഇവിടെയും എന്ത് വരും? ഇതിന്റെ ആർ ഒ സി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരെണ്ണത്തിന്റെ കേസിൽ യു എഫ് ടി ആയതുകൊണ്ട് സ്ട്രിപ്പ് വരച്ചു. ഇനി രണ്ടും റൈറ്റ് സൈഡിലാണ്. അപ്പം -3യുടെ ടേം വരുമ്പോഴത്തേക്ക് -3യുടെ റൈറ്റ് സൈഡിലോട്ട് ആയിരിക്കും അതിന്റെ ആർ ഒ സി വരുന്നത്. ഇനി നെക്സ്റ്റ് -2ന്റെ വരുമ്പോഴത്തേക്ക് ആ സ്ട്രിപ്പിന്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും വരുന്നത്. കാരണം രണ്ടും എന്താണ്?
റൈറ്റ് സൈഡ് സീക്വൻസ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡ് സീക്വൻസ് ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് -3 പോളിൽ കൂടെ സ്ട്രിപ്പ് വരച്ചിട്ട് അതിന്റെ റൈറ്റ് ഹാഫിലേക്ക് സെക്കൻഡ് -2 പോളിലേക്ക് വരച്ചിട്ട് അതിന്റെ റൈറ്റ് ഹാഫിലേക്ക്. അപ്പൊ ഇതിനകത്ത് കോമൺ ആയിട്ട് ROC വരുന്നത് എന്തുവാണ്? അപ്പൊ കോമൺ ROC എന്ന് പറയുന്നത് ഇവിടെ റിയൽ ഓഫ് എസ് വെച്ച് മാർക്ക് ചെയ്യുന്നത്. റിയൽ ഓഫ് എസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ, ഇതിന് ഇപ്പുറത്തോട്ടല്ലേ, ഗ്രേറ്റർ ദാൻ ഇതായിരിക്കും -2 ആയിരിക്കും. ഇതാണ് അതിന്റെ ROC എന്ന് പറയുന്നത്. ഇതിന് 3 മാർക്സ് ഉണ്ട്. ഈ ഒരു ഡയഗ്രാം വരച്ചിട്ട് അതിന്റെ ROC എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഹിയർ ROC വാല്യൂ ഈസ് റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -2. ഇങ്ങനത്തുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യുക. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. 6 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷൻ എഴുതുക, ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ്പ്രഷൻ എഴുതുക. ഇവിടെ ഈ ഒരു -8 u(t)യുടെ ആണ് വരുന്നത്. ഇവിടെ പ്ലസ് വരുമായിരുന്നെങ്കിൽ ഇപ്പൊ e⁻²t ആയിരുന്നെങ്കിൽ 1/(s−2) വരും. e⁻8 u(t)ന്റെ 1/(s−i) ആണ്. എന്നിട്ട് അതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എക്സ് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന്റെ കൂടെ നമുക്ക് എന്ത് വേണം, ROCയും കൂടെ മാർക്ക് ചെയ്യണം. എപ്പം ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്താലും അതിന്റെ ROCയും കൂടെ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ പോളും ഫൈൻഡ് ഔട്ട് ചെയ്തു. രണ്ടും റൈറ്റ് ഹാഫ് ആയതുകൊണ്ട് ആ സ്ട്രിപ്പിന്റെ റൈറ്റ് ഹാഫിലേക്ക് വരും. കോമൺ ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിസ് ഗ്രേറ്റർ ദാൻ -2 ആണ്. സോ റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -2 ഇസ് ദ ROC. ഇതാണ് 6 മാർക്സിനൊക്കെ വെച്ച ഒരു പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസി.